ഓക്കെ, അപ്പോൾ നമ്മളെ സൊല്യൂഷൻസിന് എനിക്ക് തോന്നുന്ന പാർട്ട് 5 ആണെന്ന് തോന്നുന്നത്. പരമാവധി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ പറയുന്ന ചാപ്റ്റർ നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്താളെ. അടുത്ത ദിവസത്തേക്ക് ഇനി മാറ്റി വെക്കുന്നതിൽ എത്ര അർത്ഥം ഞാൻ കാണുന്നില്ല. ഏതായാലും ഇതാ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 293 കെൽവിന് എത്രയോ തന്നിട്ടുണ്ട്. 17.535 mmHg പ്രഷറിൻ്റെ യൂണിറ്റാണ്. കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 293 കെൽവിൻ വെൻ 25 gram ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഡിസോൾഡ് ഇൻ 450 gram ഓഫ് വാട്ടർ. നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്ലൈ റൗൾസ് ലോ. അപ്പോൾ ഡബ്ല്യു ബി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ സൊല്യൂട്ടിൻ്റെ മാസ് 25 gram. ഏതാ സൊല്യൂട്ട് എന്നാ? ഗ്ലൂക്കോസ്. അതിൻ്റെ മോളാർ മാസ്, ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180 gram/mol. നമ്മളെ അതിൻ്റെ എന്താണ് പ്യുവർ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 17.535 mmHg. അതിൻ്റെ വാട്ടറിൻ്റെ എന്താണ് ഡബ്ല്യു എ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? വാട്ടർ എത്ര ഗ്രാം തന്നിട്ടുണ്ട്? ഗിവൺ 450 gram. അതിൻ്റെ എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18 gram. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത് P0A മൈനസ് എന്താണ് പി ടോട്ടൽ ഡിവൈഡഡ് ബൈ P0A ഈക്വൽ എന്താ കൈ ബിന് പകരം മോൾ ഫ്രാക്ഷൻ ഓഫ് ബിന് പകരം എന്താ NB ഡിവൈഡ് ബൈ NA + NB. അപ്പോൾ എന്താ ഏതായാലും നമുക്ക് ഇവിടുന്ന് NAയും NB എല്ലാം കണ്ടുപിടിക്കുക. NB = 25, അതായത് ഗിവൺ മാസ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ 25 ഡിവൈഡ് ബൈ 180 ചെയ്യുന്ന സമയത്ത് 0.1389. പിന്നെന്താ നമ്മളിതാ അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ആണ്, അതായത് മോൾസ്, ഇത്രയും മോൾസ് ഉണ്ട് അത്. അതേപോലെ NA എന്ന് പറയുന്നത് എന്താണ് ഗിവൺ മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഗിവൺ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ. അപ്പോൾ 450 ഡിവൈഡഡ് ബൈ 18 = 25 മോൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ആക്ച്വലി വേപ്പർ പ്രഷർ തന്നിട്ടില്ല. ടോട്ടൽ വേപ്പർ പ്രഷർ ആണെന്ന് തോന്നുന്നു ഇത് തരാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ ഇതാ അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് P0A എന്ന് പറയുന്നത് 17.535 ഡിവൈഡഡ് ബൈ 17.535 മൈനസ് ഇത് നമുക്കറിയാം, ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ഈക്വൽ ടു അപ്പോൾ ഇതാ NB ഡിവൈഡ് ബൈ NB + NA. ആക്ച്വലി നമുക്ക് കൈബി ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേങ്കിൽ എന്താണ് NBയും NAയിലും കണ്ടുപിടിക്കാനല്ലേ എന്താണ് ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. അത് പറയുന്ന ഗിവൺ മാസും എന്താണ് വാട്ടറിനെയും ഗ്ലൂക്കോസിനെല്ലാം ഗിവൺ മാസ് തന്നുകൊണ്ട് ഇവരെന്ത് തന്നിട്ടുണ്ട്? ഈ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലത്. അപ്പോൾ 0.1389 ഡിവൈഡ് ബൈ 0.1389 + 25. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഇതിന് സോൾവ് ചെയ്യുന്ന സമയത്ത് 0.00552 എന്ന് പറഞ്ഞിട്ട് കിട്ടു. ഇത് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താ ഈ PS നമുക്ക് വേണ്ടത് ഇതിന് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ PS = എന്താണ് 17.535. അതായത് എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ മൾട്ടിപ്ലൈ നമുക്ക് ഒരു വാല്യൂ കിട്ടും. എനിക്കൊന്ന് ആ വാല്യൂ എന്ന് പറയുന്നത് 0.093. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുമ്പോൾ 17.535 മൈനസ് ഇതിൻ്റെ എക്സായിട്ട് കൺസിഡർ ചെയ്താൽ മൈനസ് എക്സ് = 0. എത്ര വാല്യൂ ഇത്? 0.97. അപ്പോൾ എക്സിന് ഇപ്പുറത്തേക്ക് പറഞ്ഞെങ്കിൽ ഇതിന് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എക്സ് = എന്താണ് 17.535 മൈനസ് 0.097. ഇത് ചെയ്യുന്ന സമയത്ത് ആൻസർ 17.438 mmHg എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റിന് ചെയ്യുക. ഇനി അടുത്ത ഏതാ ക്വസ്റ്റിന്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, അതേപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യന്. 5% ബൈ മാസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് W/W ആണ്, മാസ് പെർസെൻ്റ് ആണ്. ഓഫ് കെയിൻ ഷുഗറിൻ്റെ ഫോർമുല എന്താ? കെയിൻ ഷുഗറിൻ്റെ ഫോർമുല ഇടയിട്ട് തന്നിട്ടില്ല. ഇൻ വാട്ടർ, കെയിൻ ഷുഗർ ഇൻ വാട്ടർ. അപ്പോൾ കരിമ്പാണ് സാധനം. കരിമ്പ് എന്താണ് ഹാസ് ഫ്രീസിങ് പോയിൻറ്റ് 271. ഇതിന് ഫ്രീസിങ് പോയിൻറ്റ് ഇത്രയുണ്ട്. കാൽക്കുലേറ്റ് ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് 5% ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ഓഫ് ഫ്രീസിങ് പോയിൻറ്റ് ഓഫ് പ്യുവർ വാട്ടർ ഇസ് ഗിവൺ ആസ് 273. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറിൻ്റെ. അപ്പോൾ ആക്ച്വലി ഇവിടെ കെയിൻ ഷുഗറും വാട്ടറിൻ്റെ വെച്ചിട്ടുള്ള ഡാറ്റ തന്നിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വേറെന്തോ സാധനം അതിലെ ഗ്ലൂക്കോസിനെ കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ വിചാരിക്കേണ്ട, കുറച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ കെയിൻ ഷുഗറിന് സ്ഥിതി നോക്കാം. കെയിൻ ഷുഗറിൻ്റെ WB ഗിവൺ മാസ് എത്ര തന്നിട്ടുണ്ട്? 5% എന്ന് പറയുമ്പോൾ 5 gram എത്രയാണ്? 100 gram ഓഫ് സൊല്യൂഷൻ. അപ്പോൾ എന്താ? അപ്പോൾ 5 gram എന്താണ് ഇതുണ്ട്. അപ്പോൾ എന്താ 5 gram ഇതുണ്ടെങ്കിൽ ബാക്കി മൊത്തം വെള്ളമല്ലേ? ഇപ്പോൾ വെള്ളത്തിൽ ഇതിപ്പോൾ വലിയൊരു ബീക്കറിൽ ഇങ്ങനെ വെള്ളമാണെങ്കിൽ അതിൽ 5% ബൈ മാസ് W/W ഈ ഷുഗർ കെയിൻ ഉച്ചിട്ടുണ്ടെങ്കിൽ കെയിൻ ഷുഗർ ഉച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? 5 gram എന്തുണ്ട്? ആ പറയുന്ന ഇതിപ്പോൾ കെയിൻ ഷുഗർ സൊല്യൂഷനാണ്. ടോട്ടലി 5 gram നമ്മൾ കെയിൻ ഷുഗർ ഉണ്ട്, പ്ലസ് ബാക്കി 95% gram എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഇത് രണ്ട് ചേർന്നിട്ടാണ് ഈ പറയുന്ന സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലായി.
ഈ പറയുന്ന ഈ ഒരു ഒറ്റ 5% കൊണ്ട് നമുക്ക് മനസ്സിലായി WB = 5 ഗ്രാം, WA = 95 ഗ്രാം. അപ്പോൾ അതാ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് റിസൾട്ടുകളെല്ലാം ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്ത മോളിക്കുലർ മാസ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് 342 ഗ്രാം. ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് അറിഞ്ഞിരിക്കണം, ഇത് ചിലപ്പോൾ ക്വസ്റ്റനിൽ തരുമെന്നില്ല. അടുത്തത് ഡെൽറ്റ TF = എന്താണ് 273.15 മൈനസ് 271.00. അതായത് ഡെൽറ്റ TF = നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, എന്താണ് T0F, ഇങ്ങനെയല്ല T0F മൈനസ് TF. അപ്പോൾ ഇവിടെ തന്നിട്ടില്ല T0F എത്ര, പ്യുവർ വാട്ടറിൻ്റെ 273.15. ഇവിടെ TF എത്ര തന്നിട്ടില്ല, 270 ആണ്. അപ്പോൾ ഇത് രണ്ടും കുറക്കുന്ന സമയത്ത് ആൻസർ 2.15 കെൽവിൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വെറും ഫ്രീസിങ് പോയിന്റ് വാട്ടറിൻ്റെ, ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. അടുത്ത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് ഡെൽറ്റ TF = KF × WB/MB × WA. അപ്പോൾ എന്താണ് അതിങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കണോ? ഞാൻ പറഞ്ഞുതരാം. ഡെൽറ്റ TF = KF, അതായത് ഇതെന്ന സാധനം മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കജനിക് കോൺസ്റ്റൻ്റ് എന്നും പറയും. ഇത് ഇൻറ്റു എന്താണ് M എന്ന് പറയുന്നത്. ഈ M എന്ന് പറയുന്ന സാധനം മൊളാലിറ്റി. അപ്പോൾ മൊളാലിറ്റി നമ്മളിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ WB / എന്താണ് MB × 1/WA. ഇതാണ് മൊളാലിറ്റീന്, അതായത് ഗ്രാമിലല്ല കിലോഗ്രാം, 1/കിലോഗ്രാം, 1/W ദാറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ഇതാണ് നമ്മളെ മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് KF × ആ പറയുന്ന കോൺസ്റ്റൻറ്റ് KF × WB / MB × W. ഇവിടെ ഡെൽറ്റ TF തന്നിട്ടുണ്ടല്ലോ 2.15. അവിടെ KF തന്നിട്ടില്ല. ആക്ച്വലി ഇവിടെ ആ പറയുന്ന ക്രയോസ് അല്ലെങ്കിൽ എന്ന് പറയാം, അങ്ങനെ പറയേണ്ടത് ഒരുമാതിരി രസമില്ല തേരാ. മോളാൾ എലിവേഷൻ കോൺസ്റ്റൻറ്റ് KF ഇവിടെ തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം ഇത് വെച്ചിട്ട്, ഈ വാല്യൂ വെച്ചിട്ട്. അതേ ക്വസ്റ്റിൻ്റെ ട്രിക്കി പാർട്ട് എന്ന് പറയുന്നത്. അത് KF നമ്മൾ കണ്ടുപിടിക്കണം. ആ KF ഇതിനെ കണ്ടുപിടിക്കുന്നത് ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. KF × 5 ഗ്രാം എന്ന് പറയുന്നത് WB, ഏതാണ് നമ്മൾ കെയിൻ ഷുഗറിൻ്റെ മാസ് 5 ഗ്രാം / 342 എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 95 ഗ്രാം എന്ന വാട്ടറിൻ്റെ ഇത് 95 ഗ്രാം. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി KF കണ്ടുപിടിക്കുമ്പോൾ ഇത് ഈ 342 × 95 എന്നിൽ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടാൽ ഇത് ആക്ച്വലി ഇങ്ങനെ തന്നെ, ഇതിങ്ങനെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ വെക്കുക ഇക്വേഷന്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് Kനൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം. K = എന്താണ് അല്ല ഒരു മിനിറ്റ്, ഇവർ Kനെ ആക്ച്വലി സോൾവ് ചെയ്യുന്നില്ല. ഇവർ ഇങ്ങനെ തന്നെ ഇത് K നോക്കി Kനെ സോൾവ് ചെയ്യണം. ഈ K അല്ല ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുക്കാം. നമുക്ക് ഇത് ആക്ച്വലി ഇത് ഡിവൈഡ് ചെയ്യാം 2 ഇക്വേഷൻസിന്. അടുത്തത് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇങ്ങനെ തൽക്കാലം നമ്മൾ KFനെ കണ്ടുപിടിച്ചിട്ടില്ലേ, KF അടുത്ത് ഇങ്ങനെ വെച്ചത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെച്ച്. അടുത്ത ഫോർ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കണം. WB = എത്ര വന്നിട്ടുണ്ട്, ഇതും 5% ആണ്. അപ്പോൾ ഇതും എന്താ 5 ഗ്രാം. അതേപോലെ വാട്ടർ ഒപ്പം നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി, 95 ഗ്രാം ആണ്. മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 180. അപ്പോൾ ഡെൽറ്റ TF നമുക്ക് അറിയില്ല. അപ്പോൾ ഡെൽറ്റ TF = KF × M എന്ന് പറയുന്ന ഇക്വേഷൻ, KF × M എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ TF = KF × എന്താണ് പറയുന്നത് M ന് പകരം WB/MB × WA. അപ്പോൾ എന്താ WB എന്ന് പറയുമ്പോൾ 5 ഗ്രാം, MB എന്ന് പറയുമ്പോൾ 180 ഗ്രാം, WA എന്ന് പറയുമ്പോൾ 95 ഗ്രാം. ഇനി എന്ത് ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടുത്തെ രസം കണ്ടോളെ, ഇതാ ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 2/1. ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻ 2 / ഇക്വേഷൻ 1 ചെയ്യണം. അപ്പോൾ ഡെൽറ്റ TF / 2.15 = ഇതിപ്പോൾ എങ്ങനെ ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെ വരുവാന്നല്ലേ ഇക്വേഷൻ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആക്ച്വലി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ എഴുതുക. അതായത് ഇത് ഇക്വേഷൻ നമ്പർ 2, അതേപോലെ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 / ഇക്വേഷൻ നമ്പർ 1. ഇതിനെ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ ആലോചിച്ചു, ഇതിപ്പോൾ A/B / C/D ഫോർമല്ല. അപ്പോൾ എന്താ A/B × D/C റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ തിരിച്ചിട്ടിട്ട് ഇതിനെ തിരിച്ചിടുക. ഇങ്ങനെ ഇത് മുകളിലാക്കും, ഇത് താഴെയാക്കും. എന്നിട്ട് എന്ത് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ. അതെങ്ങനെയാണ് ചെയ്യുക, KF × 5 / 180 × 95. ഇനി എന്ത് ചെയ്യുക, ഈ താഴെയില്ല പാർട്ടിൻ്റെ മുകളിലാക്കും, ന്യൂമറേറ്ററിൽ വരട്ടെ 342 × 95. ഈ ഡിനോമിനേറ്ററിലില്ല പാർട്ട് അല്ല ന്യൂമറേറ്ററിലില്ല പാർട്ട് താഴെ പോട്ടെ ഡിനോമിനേറ്ററിൽ KF × 5. ഇനി ഇതിൻ്റെ രസം കണ്ടോ, അതായത് എല്ലാം ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ കോമൺ ആയിട്ട് വരുന്ന ഇതാ കോമൺ ടേംസ് അല്ല, ഇത് മുകളിൽ KF കട്ടായി, 5ഉം 5ഉം കട്ടായി, 95ഉം 95ഉം കട്ടായി. ബ്യൂട്ടിഫുൾ. ഇനി എന്തേ ബാക്കിയല്ലോ, ഇനി എന്താണ് 342 / 180. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു 2.15 ഡിവിഷനിലുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഡെൽറ്റ TF വേണ്ടെങ്കിൽ ഇതിന് അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ 342 അല്ല ഇതെല്ലാം ഇത് എന്ന് പറയുമ്പോൾ അല്ല 180 അവിടെ തന്നെ ഉണ്ട്. 95 ക്യാൻസൽ, KF ക്യാൻസൽ, 5 ക്യാൻസൽ. ഇനി ഇത് ബാക്കിയില്ല 342 / 180.
ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ 2.15. ഇനി എന്ത് ഡെൽറ്റ ടി എഫ് ആണല്ലോ വേണ്ടത്, ഈ 2.15 അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 342 ഇൻറ്റു 2.15 ഡിവൈഡഡ് ബൈ 180. ഇത് അതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 342 ഇൻറ്റു 2.15 ഡിവൈഡ് ബൈ 180. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ് ഈക്വൽ ടു 4. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക, സോൾവ് ചെയ്യുക. 4.085 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടും. ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് കിട്ടും. അപ്പോൾ ആൻസർ ഇപ്പോഴും ആയിട്ടില്ല. ആൻസർ എന്നാണ് വേണ്ടത്, കാൽക്കുലേറ്റ് ദ ഫ്രീസിങ് പോയിന്റ് 5% ഗ്ലൂക്കോസാണ് വേണ്ടത്. ഫ്രീസിങ് പോയിന്റ് ടെമ്പറേച്ചർ ഫോർ ഗ്ലൂക്കോസ് 5% ഗ്ലൂക്കോസ് ഇസ് ഈക്വൽ ടു എന്താണ്, ആക്ച്വലി എന്താണ് ഫ്രീസിങ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് അല്ല വേണ്ടത്, പക്ഷേ നമുക്ക് ഫ്രീസിങ് പോയിന്റ് വേണ്ടത്. നമുക്കറിയാം T0F മൈനസ് TF. ഈ TF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. T0F നമുക്കറിയാം എന്തായാലും അത് സ്റ്റാൻഡേർഡ് ആയിട്ട് അതിൻ്റെ പ്യൂർ ആയിട്ടുള്ള വാട്ടറിൻ്റെ ഇത് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് 273.15 ആണ്. ഈ TF അതിൻ്റെ എന്താണ് ഫ്രീസിങ് പോയിന്റ് ഓഫ് ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഇത് നമുക്കറിയാം, ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ഇത് തന്നിട്ടുണ്ട്, ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന വില അല്ല. ഇത് ക്വസ്റ്റ്യനിലും കൊടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ഇസിക്കൽ 273.15 കെൽവിൻ ആണെങ്കിലും നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് അറിയാം. അപ്പോൾ എന്താ ഇത് ഇപ്പം നമ്മളിവിടെ ഈ 4 പോയിന്റ് ഇത് കണ്ടുപിടിച്ച് ഇത് നമുക്കറിയാം. ഇനി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഇത് വാല്യൂ എഴുതുന്ന സമയത്ത് 4.085 ഇസ് ഈക്വൽ ടു 273.15 മൈനസ് എന്താണ് എക്സ്. അപ്പോൾ ഈ മൈനസ് എക്സിന് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കുക, ഇതിന് ഇങ്ങോട്ടേക്ക് വരട്ടെ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 273.15 മൈനസ് 4.085. ഈ ക്വസ്റ്റ്യൻ ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ 273.15 മൈനസ് 4.085 കെൽവിൻ ഈക്വൽ ടു എന്താ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 269.07 കെൽവിൻ. ഇത് അത് ഞാൻ പറഞ്ഞു കാണുന്നത്ര എളുപ്പമില്ലേ ക്വസ്റ്റ്യൻ, നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ പറയുക എളുപ്പമില്ല ക്വസ്റ്റ്യൻ ആണല്ലോ സെലക്ട് ചെയ്യുന്നില്ല. ഇത് ടഫിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ എന്താ പറയുക എളുപ്പമില്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്ന് പറയേണ്ടത് ഇത് ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്നതിൽ ലോജിക് എത്തിയില്ലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയും എനിക്ക് ഈ ഒരു ഇത് കഴിഞ്ഞിട്ടില്ല അല്ല. അപ്പോൾ ഈ ഒരു നല്ല ഇതാണ്, ഞാൻ ഇതിനൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. കാരണം നല്ല എന്താണ് ആദ്യം നമ്മളെ കൊണ്ട് കെയിൻ ഷുഗർ വെച്ചിട്ട് എന്താണ് ഒരു ഇക്വേഷൻ കണ്ടുപിടിപ്പിച്ച്, പിന്നെ ഗ്ലൂക്കോസ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച്, പിന്നെ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എഴുതിയിട്ട് ലാസ്റ്റ് നമുക്ക് ഡെൽറ്റ TFൻ്റെ വാല്യൂ കിട്ടി. പിന്നെ എന്ത് ചെയ്ത് നമ്മൾ ഈ ഇക്വേഷനിൽ ഡെൽറ്റ TF T0 മൈനസ് TF വെച്ചിട്ട് TFൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ നല്ല നല്ല കിണ്ണം കാച്ച ചോദ്യം ഏതിലുണ്ട്, സൊല്യൂഷൻസിലുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നല്ല കാര്യം. അത്രയും പറയാനല്ലോ. അടുത്ത ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ യെസ് ദിസ് ചാപ്റ്റർ ഇസ് ഓവർ ഫൈനലി. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് സം ലേക്ക് വാട്ടർ, ഒരു പുഴേൻ്റെ എന്താണ് ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്, 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 92 ഗ്രാം ഓഫ് Na+ അയോൺസ്. അത് ഉപ്പ് വെള്ളമായിരിക്കുമല്ലോ, ഇവിടെ സാൾട്ട് വാട്ടർ ആയിരിക്കും എന്നല്ല. നമ്മൾ എന്താണ് എന്തായാലും പ്യൂരിഫൈ ചെയ്തെടുത്ത ഭയങ്കര പ്യൂരിഫയർ UV റേസ് ഒന്നും കടത്തിവിട്ട വെള്ളമൊന്നുമല്ല, എന്താണ് സാധാരണ ഉപ്പ് വെള്ളമായിരിക്കും. അപ്പോൾ അതിലെന്തുണ്ട് Na+ Cl- അല്ലെ Na+ എത്ര ഉണ്ട്, അയോൺസ് കുറച്ചുണ്ട്. അപ്പോൾ എന്താ പെർ ഗ്രാം ഓഫ് കിലോഗ്രാം ഓഫ് വാട്ടർ, 1 കിലോഗ്രാം വാട്ടറിൽ എത്ര ഇതുണ്ട്, അതായത് 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം വാട്ടറിൽ H2Oയിൽ 92 ഗ്രാംസ് എന്തുണ്ട് Na+ അയോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഡാറ്റ ഈ സ്റ്റോയിഷ്യോമെട്രി കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് Na+ അയോൺസ് ഇൻ ദ ലേക്ക്. ഇങ്ങനെ വേണ്ടിക്കൽ വെറുതെ എന്ന് പറയുന്നത് നിങ്ങൾ തമാശക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം വേണ്ടിക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ എന്താണ് ഇനി മൊളാലിറ്റി കാണാൻ പറഞ്ഞിട്ട് അപ്ലൈ ദ ഫോർമുല ഫോർ മൊളാലിറ്റി, ഫൈൻ കോൺസെൻട്രേഷൻ ഇൻ മോൾ പെർ kg. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ, മൊളാലിറ്റി ഓഫ് Na+ അയോൺസ് സ്മോൾ ലെറ്റർ m ഇസിക്കൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് Na+ അയോൺസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻ kg. അതായത് നമ്മളെ ഈ ഇക്വേഷൻ ഉണ്ടല്ലേ m ഇസിക്കൽ ടു അതായത് WB ഡിവൈഡഡ് ബൈ MB. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷനാണ് ഞാൻ പഠിക്കൽ, ഡിവൈഡഡ് ബൈ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ WA ഇൻ കിലോഗ്രാംസ്. അപ്പോൾ WB എന്താ ഇവിടെ 92 ഗ്രാം. Na നമ്മൾ എന്താണ് മോളാർ മാസ് ഓഫ് സോഡിയം എത്രയാണ് 23 ഗ്രാം. നമ്മൾ എന്താണ് WA എന്ന് പറയുന്ന വാട്ടറിൻ്റെ ഇവിടെ എത്ര തന്നിട്ടുണ്ട് 1 കിലോഗ്രാം ഇത് തന്നിട്ടുണ്ട്. ഇതിൽ ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 92 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എന്താണ് 1. കാരണം WA എന്ന് പറയുന്നത് എത്രയാണ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേതായാലും 23 ഞാൻ കാണിച്ചു തരാം. 23 × 4 എന്ന് പറയുന്നത് ഇത് 2 1 12 പിന്നെ എന്താ 4 × 2 8 + 1 92. യെസ്. അപ്പോൾ 23 ഇതേതായാലും 1 ഡിവൈഡ് ബൈ 1 ഇതിൽ ക്യാൻസൽ ആയിപ്പോയി. 92 ഡിവൈഡ് ബൈ 23 എന്ന് പറയുന്നത് 4 മോൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ 4 മോളാലാണ്, മോളാറല്ല. മൊളാലിറ്റിക്കാണ് മോളാറ്, മൊളാരിറ്റിക്കാണ് എന്താണ് മോളാർ എന്ന് പറയുന്നത്. ഇത് ഡിഫറൻറ്റ്,
മോളാൽ എന്ന് പറയുന്ന ഡിഫറെൻറ്റ്. ഇത് രണ്ട് ടേംസ് ആണ്, അല്ലെ രണ്ട് യൂണിറ്റ്സ് ആണ്. ആ 6 എല്ലും തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ സാധനം മൊത്തം മാറിപ്പോയി. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് 4 മോളാൽ ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ബേസിക് ഡെഫിനിഷൻ ഓഫ് ഏത് എന്ന് പറയുന്നത് നമ്മളെ മൊളാലിറ്റി. ഓക്കെ, അപ്പോൾ എന്താ ഇത്രയൊക്കെ ഈ പറയുന്ന സൊല്യൂഷൻസിലുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ ഏതായാലും കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇനി ഞാൻ അടുത്ത 2 ആഴ്ചത്തേക്ക് കംപ്ലീറ്റ് എന്താണ് ഓർഗാനിക്കിൽ ഞാൻ ക്ലച്ച് പിടിക്കാൻ വന്നത്. കുറച്ച് ദിവസമായി ഓർഗാനിക്കിന് നമ്മളവിടെ സൈഡിൽ വെച്ചിട്ട്. ഇനി ഞാൻ ഓർഗാനിക്കിനെ അതിൻ്റെ ബട്ടൺ അങ്ങ് ഞാൻ അമർത്താൻ പോകണം. നെക്സ്റ്റ് 2 വീക്സ് കണ്ടിന്യൂസ് ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തെന്ന് പറയാം. നമ്മൾ കൈ തേഞ്ഞു പോയാലും വിഷയമില്ല, പക്ഷേങ്കിൽ നമ്മളെന്താ ചെയ്തുകൊണ്ടേയിരിക്കും. കൺവേർഷൻസും മറ്റേ നെയിംഡ് റിയാക്ഷൻസിനെ കൊണ്ടല്ലേ എന്ന് പറയേണ്ടത് അവിടെ കളി കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു കളിക്കളത്തിലേക്ക്, ആ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. സീ യു, ഗുഡ് ബൈ.